ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പരിശുദ്ധ തൃത്വയേക ദൈവത്തിന് സ്തുതി. ദൈവമായ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങിയെന്ന് ഈ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നു. നമുക്കറിയുന്ന വിശുദ്ധ തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളത്വങ്ങളുള്ള ഏക സ്വഭാവമുള്ള സത്യ ഏക ദൈവം. ഈ 3 ആളത്വങ്ങളിൽ ഒരുവനായ യേശു ആളത്വങ്ങളിലെ പേഴ്സണാലിറ്റീസിലെ 3-ാമനായ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ന്യായമായൊരു സംശയം നമുക്ക് തോന്നാം. സൃഷ്ടിയുടെ സമയവും ഇപ്പോഴും എപ്പോഴും ഒന്നായിരിക്കുന്ന പരിശുദ്ധ തൃത്വം പിന്നെ എങ്ങനെ ആ പരിശുദ്ധ തൃത്വത്തിലെ ഒരാളത്വം മറ്റൊരു ആളത്വത്തിൽ നിറയുന്നത്? ഒരു ചോദ്യം കൂടെ മനസ്സിൽ വന്നേക്കാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആ പരിശുദ്ധാത്മാവ് വിശുദ്ധ തൃത്വത്തിലെ 2-ാമനായ പുത്രൻ തമ്പുരാനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നതായും നാം വായിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ നാം മനസ്സിലാക്കണം, ഒരു സാധാരണ മനുഷ്യനായി മനുഷ്യാവതാരമെടുത്ത ദൈവത്തെയാണ് നാം കാണുന്നതും വായിക്കുന്നതും മനസ്സിലാക്കുന്നതും. അവൻ ദൈവമാണ്, എന്നാൽ ഇപ്പോൾ അവനൊരു സാധാരണ മനുഷ്യനാണ്, നമ്മെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ. ആകെ ഒരു വ്യത്യാസം അവനിൽ പാപമുണ്ടായിരുന്നില്ല എന്നതാണ്. എന്നാൽ പാപം ചെയ്യിപ്പിക്കുവാനുള്ള ശ്രമം, പരീക്ഷ പിശാച് അവനിലും നടത്തുന്നു. കാരണം അവൻ നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായതുകൊണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധ തൃത്വത്തിലെ 3-ാമൻ്റെ നിറവിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുവാനായി യേശു പുറപ്പെടുകയാണ്. യേശു ഉപവസിക്കുന്നത്, യേശു പ്രാർത്ഥിക്കുന്നത്, യേശു ചെയ്യുന്ന നന്മകൾ അതെല്ലാം ആത്മാവിൻ്റെ പ്രേരണയിലായിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വാക്യം. അവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും സുവിശേഷം പ്രസംഗിക്കുന്നതും ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതും, അങ്ങനെ തൻ്റെ 3-3.5 വർഷത്തെ പരസ്യ ജീവിതം മുഴുവനും ആത്മാവിൻ്റെ പ്രവൃത്തിയിലാകുവാനായി തൻ്റെ മനസ്സിനെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചതുപോലെ 40 ദിവസം ഉപവസിക്കുവാനായി മരുഭൂമിയിലേക്ക് സ്വയം നടന്നു നീങ്ങുന്ന യേശു എന്ന സാധാരണ മനുഷ്യൻ. അവന് ആത്മാവിൻ്റെ പൂർണ്ണ സാന്നിധ്യവും ശക്തിയും വേണം. തൻ്റെ ക്രൂശ് മരണത്തിലേക്ക് നടന്നടുക്കുവാനായി അതിനിടയിൽ വരുന്ന പിശാചിൻ്റെ പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ നേരിടുവാനായി അവന് വേണ്ട ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ദൈവമേ, ഞങ്ങളും ആഗ്രഹിക്കുന്നു, ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ വഴി നടത്തിയ ആത്മാവിൻ്റെ സാന്നിധ്യം, ആ ആത്മാവിൻ്റെ ശക്തി, ആ ആത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ ദിവസവും വഴി നടത്തുവാനായും, സാധാരണക്കാരായ ഞങ്ങൾ ഓരോരുത്തരെയും ഓരോ ദിവസവും അഭിമുഖീകരിക്കുന്ന പലവിധ പരീക്ഷകളിൽ പിശാചിന് കീഴ്പ്പെടാതെ വിജയശ്രീലാളിതരാകുവാൻ ഞങ്ങളെടുക്കുന്ന ഉപവാസവും ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകളും നിന്നോടുള്ള ഞങ്ങളുടെ ഭക്തിയും വിശ്വാസവും അതിനെ മുഖാന്തരമാക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.